ഞാനിപ്പോഴും പറയുന്നു, വെട്ടിലാക്കിയത് ഈ പറയുന്ന പാലോട് രവി അല്ല. പാലോട് രവി ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ മുന്നിൽ വന്ന് നിന്ന് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ പാലോട് രവി വെട്ടിലാക്കിയെന്ന് ഞാൻ പറയും. പക്ഷേ പാലോട് രവി താഴെയുള്ളൊരു പ്രവർത്തകരോട് പറയുന്നു. അതിങ്ങനെ പറയണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ അത് പുറത്ത് ലീക്കാക്കുന്നതാണ് കോൺഗ്രസിനുള്ളിലെ ദൗർബല്യമായിട്ട് ഞാൻ ഏത് പാർട്ടിയായാലും ഒരു നടപടി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നോക്കട്ടെ, ഇപ്പോൾ CPM-ലെ ഒരു മുതിർന്ന നേതാവ്, നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തു, മാധ്യമങ്ങളുടെ മുന്നിലല്ലേ പറഞ്ഞത്, ഇങ്ങനെ പോയാൽ പാർട്ടി പ്രവർത്തകരോടല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ഒക്കെ ആകുമെന്ന് പറഞ്ഞതാരാ? AK ബാലനല്ലേ പറഞ്ഞത്. അത് പാർട്ടി പ്രവർത്തകരോട് അതെ, അത് തന്നെ, അത് പാർട്ടി പ്രവർത്തകരുടെ പാർട്ടി പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്താൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അത് പാർട്ടി ഫോറത്തിനുള്ളിലും പാർട്ടി പ്രവർത്തകനോടുമാണ് പാലോട് രവി പറഞ്ഞത്. അതുകൊണ്ട് പാലോട് രവി പറഞ്ഞത് DCC പ്രസിഡന്റ് പറയേണ്ടതാണ്. ഭയങ്കര ആത്മബന്ധം ഉണ്ടാവും. ആ ആത്മബന്ധത്തിൽ പറയുന്നത് ഞാൻ വെർബാറ്റം വായിക്കാം. അതിലെവിടെയാണ് പാലോട് രവി ആണ് വെട്ടിലാക്കിയതെന്ന് പറയാൻ കിട്ടുക? ആ ശബ്ദരേഖ വെട്ടിലാക്കിയത് നമ്മൾ ജലീൽ വെട്ടിലാക്കിയതാണ് ചർച്ച ചെയ്തത്. ജലീലാണ് വെട്ടിലാക്കിയത്. ആണോ? അപ്പൊ വെട്ടിലാക്കിയോ എന്നുള്ള ചോദ്യം, ആ ശബ്ദ സംഭാഷണം പാർട്ടിയെ വെട്ടിലാക്കുന്നത് എങ്ങനെയാണ്? അത് പുറത്തു വരുമ്പോഴാണ്. അത് കഴിഞ്ഞ ഏപ്രിൽ പുറത്തു വന്നതാണ്. ഏപ്രിൽ ഇവർ തമ്മിൽ നടത്തിയ സംഭാഷണം ഇപ്പോൾ പുറത്തു വരണമെങ്കിൽ ആ പാർട്ടിക്കുള്ളിൽ പാലോട് രവിക്കെതിരെ ഒരു വലിയ നീക്കം നടക്കുന്നുണ്ട്. പാലോട് രവിക്കെതിരെ നീക്കം നടക്കുന്ന വിഭാഗമാണ് ഇത് പുറത്തുവിട്ടത്. അപ്പൊ വെട്ടിലാക്കിയതാരാ? പാലോട് രവിയാണോ? പാലോട് രവിക്കെതിരെ നീക്കം നടത്തിയവരാണോ? പാലോട് രവിക്കെതിരെ നീക്കം നടത്തിയവരാ? അവരാണ്. ഞാനല്ലേ ആദ്യ ഭാഗം